ഇതുപോലൊരു സോഫ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് സോഫ. നമ്മൾ ഈ മൂവി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, റിക്ലൈനർ സോഫ എന്നുള്ളൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ഒരു ദിവസം ഞാനതിൽ ബുക്ക് ചെയ്തിട്ടൊന്ന് വെറുതെ ചുമ്മാ അങ്ങോട്ട് പോയി. അതിലിരിക്കുമ്പോ തന്നെ വേറെ ലെവൽ ഫീലാണ്. അന്ന് ഞാൻ തീരുമാനിച്ച എന്ത് വന്നാലും വേണ്ടില്ല, അതുപോലെ ഒരെണ്ണം എനിക്കും വാങ്ങണമെന്ന്. അതുപോലത്തതല്ല, അതുക്കും മേലുള്ള ഒരെണ്ണം അങ്ങോട്ട് വരുത്തി. ഈ കാണുന്നത് സ്ലീപ്പ് കമ്പനിയുടെ ലെക്സ് മോട്ടറൈസ്ഡ് റിക്ലൈനർ സോഫയാണ്. അത് ചുമ്മാ ഒരു സോഫ ഒന്നല്ല, റിവോൾവ്, റോക്കിംഗ്, റിക്ലൈന്, അങ്ങനെ പലതും ചെയ്യാം. പിന്നെ ഇതിലിങ്ങനെ കിടക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം മൊത്തത്തിൽ അങ്ങോട്ട് കാണിച്ചു തരാം. വാങ്ങിച്ചാലും ഇല്ലെങ്കിലും കണ്ടു നോക്കും. നല്ല വലിയ സോഫ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ വലിയൊരു ബോക്സിലാണ് കിട്ടുന്നത്. ഇനി ബോക്സ് ഓപ്പൺ ചെയ്ത വലിയ കാര്യമായിട്ടൊന്നുമില്ല. സോഫ 2 പാർട്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫിറ്റിംഗ് ഒക്കെ സിമ്പിൾ. നേരെ ഈ ബാക്ക് റെസ്റ്റ് എടുക്കുക, ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, അതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഈ ബാലൻസ് ഉള്ള ഭാഗം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആ സോഫ. കാണുമ്പോ തന്നെ എന്നെ ഒരു ഇടുപ്പാണല്ലേ. ഇതിലങ്ങോട്ട് കേറി ഇരുന്നിട്ട് റോക്കിംഗ് കളിക്കാൻ തോന്നും. ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് ഇരിക്കുമ്പോ ഉണ്ടല്ലോ, വേറെ ഫീലാണ്. ചുമ്മാ തള്ളുന്നതല്ല, നിങ്ങളിത് വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ ഷോറൂം കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇതൊന്ന് ട്രയൽ നോക്കൊണ്ടു. അപ്പറിയാം. ഈ കാണുന്ന കളർ അല്ലാതെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്, കളർ മാത്രം മാറുന്നുള്ളൂ. ഇതിന്റെ ഫ്രെയിംസ് എല്ലാം പ്ലൈവുഡ് ആണ്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കവർ നല്ല സ്മൂത്ത് ആയുള്ള സ്വീറ്റ് ഫാബ്രിക് ആണ്. ഈ സീറ്റിന്റെ ഭാഗത്ത് ഇത് സ്ലീപ്പ് കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും കൊടുക്കുന്ന പാറ്റന്റഡ് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ നടക്കും. കുറെ കാലം കഴിഞ്ഞാലും ഇതിന്റെ ഷേപ്പിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരില്ല. മാത്രമല്ല നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. ഇനി ബാക്ക് കുഷനിൽ കൊടുത്തിരിക്കുന്നത് സിലിക്കണൈസ്ഡ് കോൺജുഗേറ്റഡ് ഫൈബർ. ഇതിന്റെ ഈ സോഫ്റ്റ്നെസ് പറയേണ്ട ഒന്നാണ്. ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്യാൻ തോന്നും. ബോഡി എത്തുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ കുഷിന് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു ഹഗ് ചെയ്യുന്ന ഫീലാണ് കിട്ടുന്നത്. ബേസ് ആൻഡ് മെക്കാനിസം മെറ്റീരിയൽ നല്ല ഹെവി ഡ്യൂട്ടി മെറ്റൽ ആണ്. ഇതിൽ മാക്സിമം 125 കിലോഗ്രാം വെയിറ്റ് ഉള്ളവർക്ക് വരെ ഇരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇവരുടെ പലതരത്തിലുള്ള പ്രോഡക്റ്റും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണൽ ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസിന്റെ ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ ടോട്ടൽ സൈസ് വരുന്നത്. അപ്പൊ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, ഇതിന് RRR ഫീച്ചേഴ്സ് ഉണ്ട്. ആ RRR അല്ല, റിവോൾവ്, റോക്കിംഗ്, റിക്ലൈനി, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. 150 ഡിഗ്രി വരെ ഇതുപോലെ റിക്ലൈൻ ചെയ്യാം. മാനുവൽ ആയിട്ടൊന്നും അല്ല. ഇവിടെ 2 ഇലക്ട്രിക് പുഷ് ബട്ടൺ തന്നിട്ടുണ്ട്. അതിലൊന്ന് ചുമ്മാ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചില മറ്റ് സോഫ പോലെ ബട്ടൺ അങ്ങ് നെക്കിയാൽ നേരെ എൻഡ് പൊസിഷനിലേക്ക് അങ്ങോട്ട് പോവല്ല. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇതുപോലെ ആദ്യം ഫുഡ് റെസ്റ്റ് പൊങ്ങി ഇങ്ങനെ വരും. അതിനുശേഷം ബാക്ക് റെസ്റ്റ് ഇതുപോലെ താഴേക്ക് അഡ്ജസ്റ്റ് ആകും. ഇനി നോർമൽ രീതിയിലേക്ക് മാറ്റുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആദ്യം ബാക്ക് റെസ്റ്റ് ഇതുപോലെ പൊങ്ങി ഇങ്ങനെ വരും. പിന്നെ ഫുഡ് റെസ്റ്റ് താഴേക്ക് ഇതുപോലെ അങ്ങോട്ട് പോകും. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഫുഡ് റെസ്റ്റ് ആൻഡ് ബാക്ക് റെസ്റ്റ് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി റിക്ലൈനിങ് എക്സ്പീരിയൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഉപകാരപ്പെടുന്നതാണ് ഈ റോക്കിംഗ് മെക്കാനിസം. ചെറിയൊരു പുഷ് ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതി, ഇതങ്ങനെ ആടിക്കോളും. ഒരുത്തന്റെയും സഹായമില്ലാതെ നമുക്ക് തന്നെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. ഇനിയുണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 270 ഡിഗ്രി റിവോൾവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എണീറ്റ് പോകണ്ട. ഈ സെയിം മോഡലിൽ തന്നെ റിവോൾവിംഗ് ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ നമുക്ക് അനുസരിച്ച് അത് വാങ്ങിക്കാവുന്നതാണ്. അതിനനുസരിച്ച് പ്രൈസിലും മാറ്റം ഉണ്ടാവും. അപ്പൊ പറയണ്ടല്ലോ, ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൂവി കാണുന്ന സമയത്ത്, വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ, റീഡിങ് ടൈമിൽ, ലാപ്ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ പല സമയങ്ങളിലും പല പൊസിഷനിൽ ഇതിനെ മാറ്റിക്കൊണ്ട് നല്ല കൂളായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ബ്ലേഡ് അങ്ങനെയുള്ളതൊന്നും ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. കാരണം ചെറുതായിട്ടൊന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് പോകും. ഒരു ആവേശത്തിന്റെ പുറത്തൊക്കെ കൊണ്ടുവച്ചിട്ട് ഓവർ സൺലൈറ്റ് ഉള്ള സ്ഥലത്തൊന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ഒക്കെ ആവാതിരിക്കാൻ ഒരു കവറൊക്കെ ഇട്ട് വെക്കുക. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ വാങ്ങുമ്പോഴുള്ള ആ പ്രൗഢിയിൽ തന്നെ കൂടുതൽ കാലം നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഒക്കെ ആവുന്ന ടൈമിലൊക്കെ ഇതിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ഒരു റിലാക്സ് കിട്ടും. പിന്നെ നമ്മുടെ ബോഡിക്കും ഹെൽത്തിനൊക്കെ നല്ലതുമാണ്. നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. എന്തായാലും അടിപൊളി സാധനമാണ്. ഇതിന് 1 ഇയർ വാറണ്ടി കമ്പനി തരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള നിങ്ങൾ കാണുമ്പോൾ എത്രയാണോ പ്രൈസ് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതാണ്. പിന്നെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ശരി, ബൈ.